ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന വോട്ടർ റൈറ്റ്സ് യാത്ര ഓരോ ദിവസം മുന്നോട്ട് ചെല്ലുന്തോറും ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ജനപങ്കാളിത്തമുള്ള ഒരു മുന്നേറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. മിനിഞ്ഞാന്ന് വോട്ടർ റൈറ്റ്സ് യാത്രയിൽ പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ ആവേശം സർവ്വ അതിരുകളിൽ ലംഘിച്ചു. പ്രിയങ്ക ഗാന്ധി യാത്രയിൽ പങ്കെടുത്ത ദിവസം കിലോമീറ്ററോളമാണ് റോഡുകൾ ബ്ലോക്ക് ആയത്. അതുപോലെ തന്നെ ബീഹാറിലെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയായ RJDയിൽ നിന്നും ഉള്ളതിനേക്കാൾ 10 ഇരട്ടിയിലധികം ആളുകളാണ് കോൺഗ്രസിന്റെ പതാകയും വഹിച്ച് ഈ യാത്രയിൽ പങ്കെടുത്തത്. അത് വ്യക്തമാക്കുന്നത് മറ്റൊന്നുമല്ല, ബീഹാറിൽ കോൺഗ്രസിന്റെ വലിയ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ്. പ്രിയങ്ക ഗാന്ധി വോട്ടർ റൈറ്റ്സ് യാത്രയിൽ പങ്കെടുത്തപ്പോഴുള്ള അത്ഭുത ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും ഈ യാത്ര മോദി കൂട്ടങ്ങൾക്കും മോദിയുടെ സെലക്ഷൻ കമ്മീഷനും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം യുവജനങ്ങളുടെ ഇടയിൽ നിന്നാണ് എന്നുകൂടി അറിയുമ്പോൾ വ്യക്തമാകുന്ന കാര്യം മോദിയുടെ കീഴിൽ രാജ്യത്തെ യുവജനത ഉൾപ്പെടെ പരിപൂർണമായി മടുത്തിരിക്കുകയാണ് എന്നാണ്. യുവജനങ്ങൾ മാത്രമല്ല, 5-6 വയസ്സുള്ള രാജ്യത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി കള്ളനാണ് എന്ന്. അതിൽ ഏറ്റവും പുതിയതായി ജനങ്ങൾക്ക് വ്യക്തമായ കാര്യം നരേന്ദ്രമോദി വോട്ടുകള്ളൻ ആണ് എന്നുള്ളത് കൂടിയാണ്. ഈ യാത്രയിൽ വന്നു ചേരുന്ന ജനങ്ങളെല്ലാം ആരും വിളിച്ചു കൊണ്ടുവന്നതോ നിർബന്ധിച്ചു കൊണ്ടുവന്നതോ പൈസ മുടക്കി കൊണ്ടുവന്നതോ അല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഓർഗാനിക്കായി അറിഞ്ഞു കേട്ട് ഇതിൽ പങ്കെടുക്കാം സ്വന്തം താല്പര്യത്തിൽ എത്തിച്ചേരുന്നവരാണ് ഇവരെല്ലാവരും. മോദിയുടെ സമ്മേളനങ്ങൾക്ക്, റോഡ് ഷോകൾക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളതും വരുന്നവരെ തന്നെ ഭയപ്പെടുത്തി പണം മുടക്കി കൊണ്ടുവരുന്നതാണ് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടുകൊള്ളൂ. യാത്ര बहुत सक्सेसफुल है और ऑर्गेनिकली लोग आ रहे हैं, हम बुला नहीं रहे हैं, नेचुरली लोग आ रहे हैं. और ये क्लियर है कि जो बात हमने कही थी, वोट चोरी की जो बात कही थी, वो बिहार के करोड़ों लोग, लाखों नहीं करोड़ों लोग उस बात को मानते हैं, एक्सेप्ट करते हैं. इसलिए आपको ये रिस्पॉन्स दिख रहा है. इलेक्शन कमीशन का काम सही वोटर लिस्ट देने का होता है और ये काम इन्होंने महाराष्ट्र में, हरियाणा में और कर्नाटक में नहीं किया. हमारा पूरा का पूरा प्रेशर इलेक्शन कमीशन का जो बिहेवियर है उसको बदलने के लिए है और हम छोड़ेंगे नहीं. जैसे मैंने कहा है, बिहार में हम आपको इलेक्शन चोरी नहीं होने देंगे. आप कुछ भी कर लो. യാത്ര വളരെ വിജയകരമാണ്. അതുപോലെ ആളുകൾ ഓർഗാനിക്കലി വരുന്നതാണ്. അതായത് യാതൊരു പ്രേരണയും കൂടാതെ സ്വന്തം താല്പര്യത്താൽ വരുന്നതാണ് എന്ന് അർത്ഥം. ഞങ്ങൾ ആരെയും വിളിച്ചതല്ല, സ്വയം ആൾക്കൂട്ടം വരികയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങൾ പറഞ്ഞ വോട്ടുകൊള്ളയുടെ കാര്യം, അത് ബീഹാറിലെ കോടിക്കണക്കിന് ജനങ്ങൾ, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനങ്ങൾ ശരിവച്ചിരിക്കുകയാണ്. അതിനാലാണ് ഇത്ര വലിയ പ്രതികരണം ലഭിക്കുന്നത്. ശരിയായ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ജോലി. എന്നാൽ ആ ജോലി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ചെയ്തില്ല. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കള്ള സ്വഭാവം മാറ്റുന്നതിനു വേണ്ടിയാണ്. അത് ഞങ്ങൾ വെറുതെ വിടുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ ബീഹാറിൽ വോട്ടുകൊള്ള നടത്തുന്നത് ഞങ്ങൾ അനുവദിക്കുകയില്ല. പ്രിയങ്ക ഗാന്ധി ഈ യാത്രയുടെ ഭാഗമായപ്പോൾ 10 ലക്ഷത്തിൽ പരം ആളുകളാണ് ഇതിൽ പങ്കെടുത്തത്. ഓർക്കണം, ഒരു സെഗ്മെന്റിലെ മാത്രം യാത്രയിൽ 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്ന്. എവിടെ നോക്കിയാലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള ജനസമുദ്രമാണ് ഒഴുകിയെത്തുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ബീഹാറിലെ സുപ്പൂളിലൂടെയുള്ള യാത്രയിലാണ് പ്രിയങ്ക ഗാന്ധി ഇതിന്റെ ഭാഗമായത്. ഈ ക്ലോസപ്പ് ഷോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം എത്ര വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ വ്യക്തമാവുന്ന കാര്യം, കോൺഗ്രസിന്റെ 50 കൊടികൾ ഉള്ളപ്പോൾ RJDയുടെ 1 കൊടി എന്ന രീതിയിലാണ് ഇവിടെ ദൃശ്യമാകുന്നത്. അതായത് ബീഹാറിലെ ജനങ്ങൾ കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുകയാണ് എന്നുള്ളതാണ്.
പ്രധാനമായും രാഹുൽ ഗാന്ധി എന്ന ഒറ്റയൊരാൾ കാരണമാണ് ഇത്രയും വലിയ ജനക്കൂട്ടം ഒഴുകിയെത്തുന്നത്. കിലോമീറ്ററുകളോളമാണ് ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരിക്കുന്നത്. ഈ ലോങ് ഷോട്ടിൽ നിങ്ങൾക്ക് കാണാം കണ്ണെത്താത്ത ദൂരത്തോളം ജനസമുദ്രമാണ് ഉള്ളത് എന്ന്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ ഏരിയൽ ഷോട്ട് കണ്ടോ? എത്ര നീളത്തിലാണ് ഈ യാത്രയിൽ തിങ്ങി നിറഞ്ഞ് റോഡ് മുഴുവൻ ജാമാക്കി ആളുകൾ എത്തിയിരിക്കുന്നത് എന്ന്. ഇത് കണ്ടോ? നാലുപാടും ജനസാഗരമാണ് ദൃശ്യമാകുന്നത്. അതും ബഹുഭൂരിപക്ഷവും യുവാക്കളാണ് എന്ന് ഓർക്കണം. ഈ യാത്രയിൽ ഉടനീളം ആളുകളോട് സംവദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് നീങ്ങുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയിൽ പങ്കെടുക്കാനെത്തിയ വെറും കൃഷിക്കാരായ മാതാപിതാക്കളുടെ വളരെ മിടുക്കനായ മകൻ പ്രേം സാഗർ ഇവിടെ രാഹുൽ ഗാന്ധിയോട് ഈ യാത്രയിൽ താൻ വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്നത് കേട്ടുകൊള്ളൂ. मेरा नाम प्रेम सागर कुमार है। यहाँ की शिक्षा व्यवस्था बिल्कुल बेकार है और यहाँ पे कॉलेज में एक भी लैब नहीं है। इसरो जैसे संस्था में गवर्नमेंट स्कूल के बच्चे जा रहे हैं और वहाँ यहाँ पे कोई शिक्षा व्यवस्था नहीं है। कॉलेज सब में लैब नहीं है, प्रैक्टिकल के लिए कोई सामान नहीं है, अच्छे ढंग से टीचर नहीं है। हर जगह जीएसटी हम लोग कुछ नहीं कर रहे हैं, मर रहे गरीब है, कहाँ से पैसा लाए, अच्छे कॉलेज में कहाँ जाए। ये बताओ क्या है ये सर इसरो में सिलेक्ट हुए थे। मेरा 1 महीना का ट्रेनिंग चला था इसरो में और मैं वहाँ पे ट्रेनिंग किया हूँ। यहाँ पे 10th में सिलेक्शन हुआ था। कैसा लगा आपको? बहुत अच्छा लगा सर। अब क्या करोगे? सर इसरो ज्वाइन करने आगे, लेकिन हमको नहीं लग रहा कि आगे शिक्षा पापा क्या करते हैं? पापा किसान है सर। किसान बिल्कुल आपका किसान है। नाम? क्या सर? पूरा नाम क्या है आपका? प्रेम सागर कुमार। प्रेम सागर कुमार जी सर। और बड़े होके क्या करना चाहते सर हैं? हम देश के लिए साइंटिस्ट बनना चाहते हैं। ठीक है। എന്റെ പേര് പ്രേം സാഗർ എന്നാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം യാതൊരു ഗുണവും ഇല്ലാത്തതാണ്. ഇവിടുത്തെ കോളേജിൽ ഒരു ലാബ് പോലുമില്ല. ISRO പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കേണ്ട ആളുകളാണ് ഈ ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നത്. എന്നാൽ അവിടെ വിദ്യാഭ്യാസത്തിനുള്ള യാതൊരു സൗകര്യവുമില്ല. കോളേജിൽ ലാബില്ല, പ്രാക്ടിക്കലിനുള്ള ഒരു സൗകര്യവുമില്ല, നല്ല അധ്യാപകരില്ല, എല്ലാത്തിനും GST ആണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാനുള്ള അവസരമില്ല. പാവപ്പെട്ടവർ മരിക്കുകയാണ്. എവിടെ നിന്നാണ് പണം കൊണ്ടുവരുന്നത്? നല്ല കോളേജിൽ എങ്ങനെ പോകാനാണ്? അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്, ഇത് എന്താണെന്ന് പറയൂ. ഇത് ISROയിൽ ട്രെയിനിങ്ങിനുള്ള സാധനങ്ങളാണ്. ഞാൻ 1 മാസമായി ISROയിൽ ട്രെയിനിയാണ്. അവിടെ നിന്ന് ഞാൻ ട്രെയിനിങ് ചെയ്തതാണ്. അവിടെ എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ്. ട്രെയിനിങ് എങ്ങനെയിരുന്നു? വളരെ നല്ലതായിരുന്നു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അവിടെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിതാവ് എന്താണ് ചെയ്യുന്നത്? അച്ഛൻ കൃഷിക്കാരനാണ്, വെറും സാധാരണ കൃഷിക്കാരനാണ്. നിങ്ങളുടെ പേരെന്താണ്? മുഴുവൻ പേരെന്താണ്? പ്രേം സാഗർ കുമാർ. വലുതാവുമ്പോൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ രാജ്യത്തിനു വേണ്ടി ശാസ്ത്രജ്ഞൻ ആകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കുട്ടിക്ക് രാജ്യത്തിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി സയന്റിസ്റ്റ് ആകാനാണ് ആഗ്രഹം. ഇസ്രോയിൽ 1 മാസത്തെ ട്രെയിനിങ്ങും നടത്തിയതാണ്. എന്നാൽ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം യാതൊരു ഗുണവും ഇല്ലാത്തതായതിനാൽ ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യത്തിലെത്താനുള്ള യാതൊരു സൗകര്യവുമില്ല എന്ന് വളരെ വേദനയോടെ പറയുകയാണ്. ലാബ് സൗകര്യങ്ങളില്ല, നല്ല അധ്യാപകർ ഇല്ല. ഇതാണ് ഗവൺമെന്റ് കോളേജിന്റെ അവസ്ഥ. നെഹ്റു ഉണ്ടാക്കി വെച്ചതെല്ലാം വിറ്റുതൊലിക്കുകയും ബാക്കിയുള്ളതെല്ലാം പരിപൂർണമായി നശിപ്പിക്കുകയുമാണ് 5 പൈസയുടെ വിവരമില്ലാത്ത മോദിക്കൂട്ടങ്ങളുടെ ഭരണത്തിന്റെ ബാക്കി പത്രം. ജനങ്ങളുടെ വോട്ട് അട്ടിമറിച്ച് മാത്രം ഭരണത്തിൽ നിൽക്കുന്ന ഈ നശിച്ച കൂട്ടങ്ങളുടെ ഭരണം ഇതോടുകൂടി അവസാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം മടുത്തു എന്നും അവരെല്ലാം സത്യം മനസ്സിലാക്കിയെന്നും പ്രത്യേകിച്ച് യുവജനങ്ങളും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയുള്ളവർ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നും ഉള്ളത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?